വിവാദ പ്രസ്താവനയുമായി കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളിൽ പലരും ലഹരിക്ക് അടിമകളാണ് എന്നും ഇവരെ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ താൻ വെല്ലുവിളിക്കുന്നുവെന്നുമായിരുന്നു വിവാദ പരാമർശം. ക്യാമ്പസുകളിൽ അലമുണ്ടാക്കുന്നവരും അധ്യാപകരെ തടഞ്ഞു വെക്കുന്നവരും തെമ്മാടികളാണെന്നും ഇത്തരക്കാരല്ല നാടിന്റെ കരുത്തെന്നും VC വിമർശിച്ചു. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഗോപാൽ, കഴിഞ്ഞ ദിവസമാണ് VC ഈ രാഷ്ട്രീയ സംവാദങ്ങളുടെ കാര്യത്തിലേക്ക് ഒരു മാർഗനിർദ്ദേശം നടപ്പിലാക്കണമെന്ന നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ പറയുന്നു. മാത്രമല്ല, ഇപ്പോൾ യുവജനങ്ങൾക്കിടയിൽ ലഹരി അടിമത്തം കൂടുന്നു എന്ന ഒരു കമന്റ് പോലും അല്ല നടത്തുന്നത്. ഇവിടെ കിടന്ന് ഈ അലമുണ്ടാക്കുന്ന വിദ്യാർത്ഥികളിൽ നേതാക്കളിൽ പലരും ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് വളരെ ഡയറക്റ്റായി പറയുകയാണ്. അതെ മാധു, ഇതാദ്യമായിട്ടല്ല VC മോഹനൻ കുന്നുമ്മൽ ഇത്തരത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെയും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയും ഉന്നം വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. തൊട്ടു പിന്നാലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ അരാഷ്ട്രീയതയെ വല്ലാത്ത രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ വിലക്കുന്ന സമീപനത്തിലേക്ക് VC വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ വേണ്ടി. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിലായി SFIയുടെ നേതൃത്വത്തിൽ ഇതിൽ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് SFIയെ തന്നെ ഉന്നം വെക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. കാരണം അദ്ദേഹം ഒരു വരിയിൽ പറയുന്നുണ്ട്, തന്നെ ഒരു വിദ്യാർത്ഥി സംഘടന ഖരാവോ ചെയ്തതും തനിക്കെതിരെ വലിയ പ്രതിഷേധം നടത്തിയതുമെല്ലാം നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്ത് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളിൽ ഭൂരിഭാഗവും ലഹരിക്ക് അടിമകളാണ് എന്ന ആരോപണമാണ്. അത്തരം വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ താൻ ഡോപ്പ് ടെസ്റ്റിന്, അതായത് ലഹരി പരിശോധന ടെസ്റ്റിന് നടത്താൻ വേണ്ടി വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും ലഹരിക്ക് അടിമകളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നും അലമ്പുണ്ടാക്കുന്നവരും ബസ്സിന് കല്ലെറിയുന്നവരും വാഹനങ്ങൾ കത്തിക്കുന്നവരുമൊക്കെ അല്ല ഈ നാടിൻ്റെ ഭാവിയെന്നും ഇന്നത്തെ യുവത്വം നല്ല വഴിയിലേക്ക് നടക്കുമ്പോൾ ആ യുവത്വമാകണം ഇത്തരത്തിൽ നമുക്ക് നാളെയിൽ മാതൃകയാകേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചില ഗുണ്ടകളും വിദ്യാർത്ഥി നേതാക്കളെന്ന് പറയപ്പെടുന്ന ചില ഗുണ്ടകൾ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഖരാവോ ചെയ്യുന്നതും തനിക്ക് എതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതുമെല്ലാം തന്നെ TV-യിലും മാധ്യമങ്ങളിലൂടെയും കണ്ടതാണ്. ഇത്തരം തെമ്മാടികളല്ല ഈ സമൂഹത്തിന് മാതൃകയാകേണ്ടവർ എന്ന് അദ്ദേഹം നേരിട്ട് തന്നെ ഒരു അധിക്ഷേപ സ്വഭാവത്തിൽ വിദ്യാർത്ഥി സംഘടനകളെ പരാമർശിക്കുകയാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇദ്ദേഹം പല കുറി ഇത്തരത്തിൽ SFIയും VC മോഹനൻ കുന്നുമ്മലും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇടയിലാണ് വിദ്യാർത്ഥികളെ തെമ്മാടികൾ എന്നൊക്കെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നത്. മാത്രമല്ല, അങ്ങനെ ടെസ്റ്റിനൊക്കെ വിധേയരാകണം, ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെയെങ്കിലും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും അത്തരം വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികളെ അതിൽ ആരാണെങ്കിലും വിമർശിക്കുന്നവരോ പ്രതിഷേധിക്കുന്നവരോ ആരാണെങ്കിലും അവരെ അങ്ങനെ അധിക്ഷേപപരമായ പരാമർശം നടത്തുന്ന ഒരാളാണ് വിദ്യാർത്ഥികളുടെ പഠന മാർഗങ്ങൾക്ക് നടപടികൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ടാണ് എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം.